പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ മേന്മയും മധ്യസ്ഥതയുടെ മഹത്വവും വ്യക്തമായി കാനായിലെ കല്യാണ വിരുന്നിന് വെളിപ്പെടുത്തുന്നു. വിവാഹ വിരുന്നിലുണ്ടാകുവാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധി മാതാവ് മുൻകൂട്ടി ഗ്രഹിച്ചു. അവർക്ക് വീഞ്ഞില്ല എന്നുള്ള മാതാവിൻ്റെ ദൈവപുത്രനോടുള്ള അപേക്ഷ പ്രാർത്ഥനയുടെ അത്യുത്തമ മാതൃകയും മധ്യസ്ഥതയുടെ അത്യുന്നത ഉദാഹരണമായും നിലകൊള്ളുന്നു. വളച്ചുകെട്ടില്ലാതെ വിരുന്നിലെ കാര്യമായ കുറവിനെക്കുറിച്ച് വ്യക്തമായും സൗമ്യമായും മറിയാം തൻ്റെ മകനെ അറിയിക്കുന്നു. വിനയത്തോടും വിശ്വാസത്തോടും ആശ്രയബോധത്തോടും ദൈവത്തിനു മുമ്പാകെ ആവശ്യങ്ങൾ അറിയിക്കുന്നത് പ്രാർത്ഥനയുടെ അവിഭാജ്യ ഭാഗമാണല്ലോ. മാനുഷികമായി ആ പ്രശ്നം പരിഹരിക്കുക അന്ന് അവിടെ അസാധ്യം. ആവശ്യത്തെക്കുറിച്ചുള്ള തികഞ്ഞ അവബോധം, എങ്ങനെയാണ് അഥവാ ആരെ സമീപിച്ച് പ്രശ്നം പരിഹരിക്കാമെന്നുള്ള പൂർണ്ണമായ അറിവ്, ആദിയായവയെല്ലാം പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സഹായിച്ച ഘടകങ്ങളാണ്. അവിടെയാണ് തക്ക സമയത്തുള്ള പരിശുദ്ധ കന്യാമറിയാമിൻ്റെ അന്വേഷണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യവും ഫലപ്രാപ്തിയും വ്യക്തമാക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവാം ദൈവമേ, ഈ പരിശുദ്ധ നോമ്പിൻ്റെ അവസാനത്തിൽ പരിശുദ്ധ കന്യകയായ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഓർമ്മ നിന്റെ ഇഷ്ടപ്രകാരം വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ കഴിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കരുണയുള്ള കർത്താവേ, ഞങ്ങളുടെ നോമ്പും നമസ്കാരങ്ങളും കൈക്കൊള്ളപ്പെടുവാനും പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിപ്പാനും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉയരത്തിലെ കാര്യങ്ങളെ ചിന്തിപ്പാനും ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണമേ. ആമീൻ.